ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ വിചാരിച്ച എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിനോ എന്തെങ്കിലും പോകണ്ടേ. പിന്നെ ഈ ഔട്ടിങ്ങിന് നമുക്ക് വീഡിയോയും കൂടി ഇടാം. ഓക്കെ, അപ്പം നമ്മൾ എവിടെ വന്നതെന്നറിയോ? കടമാങ്കോട്ട് എണ്ണപ്പന തോട്ടം കാണാനാണ് കേട്ടോ നമ്മൾ വന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ എണ്ണപ്പന തോട്ടം. നല്ല സുന്ദരമായ പ്രകൃതിയാണ് കേട്ടോ. നല്ല സ്കൈയുമാണ്. എനിക്ക് സ്കൈ ആണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മുടെ കൂടെ ദൈവം വന്നിട്ടുണ്ട് കേട്ടോ. മീനും ഉണ്ട്. പിന്നെ മീന് വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ടാണ് മീനിനെ കാണാത്തത്. ഗൈസ്, അങ്ങനെ ഞാനാണ് നമ്മളെ 3 പേര് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ 3 പേരിൽ നമ്മുടെ അമ്മയുണ്ട് കേട്ടോ ഗൈസ്, അമ്മയും അച്ഛനും. പിന്നെ ഈ സുന്ദരമായ പ്രകൃതിയുടെ ഇറക്കി നമ്മൾ അച്ഛനും അമ്മ എങ്ങോട്ടോ കാണാതെ പോയി. അപ്പം രണ്ടുപേരും അവിടെ കാര്യം പറഞ്ഞുകൊണ്ട് നടന്നു വരുന്നതായിട്ട് എൻ്റെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ എണ്ണപ്പനടുത്തുള്ള എണ്ണക്കുരു. ഏതാണ്ട് ഇത് നമ്മൾ കാണുമ്പോൾ ഈന്തപ്പഴം പോലെയൊക്കെയാണ്. അമ്മ പറഞ്ഞു ഇതാണ് എണ്ണക്കുരു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഈന്തപ്പഴമാണല്ലോ എന്ന്. പിന്നെ ഇത് നല്ല രസമാണ്. പിന്നെ അവിടെ ഇനിയും എന്തുവാ എണ്ണക്കുരു ഉണ്ട്. ഞാൻ നിങ്ങളെ വേണമെങ്കിൽ കാണിച്ചു തരാം. മരത്തിലുള്ള കുരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഗൈസ്, അവർ യാത്രയായി. ഇനി നമ്മൾ എന്തായാലും വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. മോൾട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇലയും കാടും പുല്ലും ഒക്കെ പറിച്ചെടുക്കും. അവളുടെ പണ്ടത്തെ സ്വഭാവമാണ്. നമ്മൾ എവിടെ പോലെ അവളുടെ ഇലയും കാടും പുല്ലും ഒക്കെ പറിച്ചെടുക്കും. അവൾ പണ്ട് മുതലേ ഉള്ള അവൾ പണ്ട് മുതലേ ഉള്ള സ്വഭാവമാണ് ഇതൊക്കെ. അച്ഛൻ പറയുന്നു ഇതിൻ്റെ പേര് പൂച്ചെടി എന്നാണെന്ന്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താരെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഗൈസ്. ഇതന്നെ എന്താ നല്ല ഫേവറേറ്റ് ആണ്. പണ്ട് മുതലേ മോളൂട്ടിയാണെങ്കിൽ ഇങ്ങനെ എവിടെ പോയാലും ഈ പൂക്കളൊക്കെ പറിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും, അതൊക്കെയായിരുന്നു എൻ്റെ സ്വഭാവങ്ങൾ. പിന്നെ എന്തായാലും നമ്മൾ യാത്രയാവുകയാണ്. അപ്പം നമ്മൾ മീൻസ് അങ്ങനെയല്ല, നമ്മളാണെങ്കിൽ വണ്ടിയിലേക്ക് കയറിയിട്ട് പോവാണ്. അപ്പം ആ ടൈമിൽ ഇവിടെയുള്ള പ്രകൃതി ഭംഗികൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഈ എണ്ണപ്പനയൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് എണ്ണപ്പന എന്ന് പേര് വന്നത്. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാറ്റും വെയിലൊന്നും ഇല്ല, നല്ല തണലാണ്. അതെല്ലാവർക്കും അറിയാലോ. മരം ഫുള്ള് വന്നാൽ പിന്നെ വെയിൽ കാണുമോ? ഞാനും ദേവും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ ആ പനയുടെ അടുത്തോട്ട് ഇങ്ങനെ ചേർന്ന് നിന്നപ്പം ആ ഒരു കുരു പോലത്തെ സാധനം ഇല്ലേ, അത് മുള്ളു പോലെയാണ്. അത് കാണണം. എൻ്റെയും ദേവുവിൻ്റെയും നിന്നപ്പം ബാക്ക് നന്നായിട്ട് ഇങ്ങനെ കൊണ്ടു. ദേവ് ഇവിടെ ഉണ്ട്, നീ മാറും. ഗൈസ്, മുമ്പത്തെ എക്സ്പ്രഷൻ അവൾ എന്തുകൊണ്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് പറഞ്ഞ എക്സ്പ്രഷൻ ആയിരുന്നു. പിന്നെ ഈ മുള്ളുകൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് മുള്ളുകൾ, എന്ത് അതാണ് കണ്ടോ, ഈ മുള്ളുകൾ കണ്ടോ. പിന്നെ മോൾട്ടി പറഞ്ഞല്ലോ, എവിടെ കയറിയാലും വലിഞ്ഞു പിടിച്ച് കയറുന്ന ഒരാളാണ് ഈ മോൾട്ടി. ഏത് തോട്ടം കണ്ടല്ലോ അവിടെ വലിഞ്ഞു പിടിച്ചാൽ കയറും ഗൈസ്. മോളൂട്ടിയും അച്ഛനും അങ്ങനെ തന്നെയാണ്. അച്ഛനും എവിടെയും പ്രകൃതി ഭംഗികൾ ആസ്വദിക്കും. അച്ഛനും അങ്ങനെയൊക്കെ തന്നെയാണ്. അച്ഛനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ 100 വട്ടം പറഞ്ഞത്. അപ്പം നമ്മളിനി മടങ്ങുകയാണ്. നമ്മളിനി വണ്ടിയിൽ പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മളപ്പോൾ കാണിക്കാം. ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അടുത്ത വിഷയമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.